ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്ക ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ ശിക്ഷിക്ക് കാണിച്ചാ. ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ. അപ്പൊ അവിടെ നിൽക്കില്ല തോന്നിയാസങ്ങൾ ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ച് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിൽ അധാർമിക പ്രവൃത്തി തന്നെ നിൽക്കില്ലേ? ഇത്രയും പേര് അധാർമിക പ്രവൃത്തി ചെയ്യുകയും ഇത്രയും പേരെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് ചെയ്യും എന്ന് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത ദൈവത്തിനും മതത്തിനും സ്വർഗത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊരു ക്വസ്റ്റ്യനാണ് പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര ഉയർത്തിയിരിക്കുന്നത്. വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ കേൾക്കുമ്പോൾ. ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. വളരെയധികം ആളുകൾ ശ്രദ്ധിക്കുന്നതും ശ്രവിക്കുന്നതും ദൈവമില്ല, മതങ്ങൾ വേണ്ട എന്നുള്ള ഒരു ചിന്തയാണ്. അത് പല കാര്യങ്ങളും അതിനുണ്ട്. കാരണം ഇന്ന് മതങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തിന്മയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ദൈവം എന്ന കോൺസെപ്റ്റിനെ, ദൈവം എന്ന നന്മയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയാൽ വളരെയധികം അപകടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ വളരെയധികം പ്രൂഡൻ്റ് ആയിരിക്കണം, വിവേകമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവം മനുഷ്യനെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ റോബോട്ടോ അല്ലെങ്കിൽ അടിമകളോ ആയിട്ട് മാറണം. മനുഷ്യൻ എന്ന വാക്കിന് സ്വാതന്ത്ര്യം എന്ന വാക്കോട് കൂടി ചേർത്ത് വായിച്ചാലേ ദൈവത്തിൻ്റെ ഈ ഒരു സൃഷ്ടിയുടെ മനോഹാരിത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മനുഷ്യൻ ഫ്രീ ആണ്. നിനക്ക് വേണേൽ തിന്മ ചെയ്യാം, നിനക്ക് നന്മ ചെയ്യാം. അത് നിൻ്റെ ചോയ്സാണ്. ദൈവം ഒരിക്കലും ഈ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. എവിടെയാണ് ദൈവത്തെ മനുഷ്യൻ ആവശ്യമായിട്ട് വരുന്നത്? നിസ്സഹായരായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ശക്തിയായി, നമ്മുടെ പ്രതീക്ഷയായിട്ട് ഉയർന്നു വരുന്ന ആ ഭാവത്തിൻ്റെ പേരാണ് ദൈവം എന്നുള്ളത്. നമുക്ക് മുന്നോട്ട് ചലിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അപ്പം നമുക്ക് നൽകും. അത് നമ്മുടെ ആത്മീയതയ്ക്ക് ഗുണം ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് ഗുണം ചെയ്യുന്നു. ചില സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ദൈവസ്നേഹത്തെ പ്രതി ആകുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആകുന്നു. ഇത് ആത്മീയതയുടെ തലമാണ്. അതിനെ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഭൂമിയെ സ്വർഗമാക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമല്ല, മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഈ കഴിവുകളെല്ലാം നൽകിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് ഈ ഭൂമിയെ സ്വർഗമാക്കി തീർക്കാനായി നമ്മൾ പരിശ്രമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.